പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ പകൽ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വചനങ്ങളുമായി കടന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിന് നന്ദി പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൻ്റെ പ്രഭാത സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകിയ അവസരങ്ങൾക്ക് വീണ്ടും നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നിന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ലഭിച്ചതായ ചില ദൂതുകൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ലോർഡ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ശക്തമായ സന്ദേശമാണ് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. വളരെ അതിപ്രധാനമായ, വളരെ അതിശക്തമായ ഒരു ദൈവ ആലോചനയാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാനായിട്ട്, ഗ്രഹിക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ദൈവവചന ആലോചന മറ്റൊന്നുമല്ല, നിങ്ങൾ ശക്തരായി മാറാൻ, നിങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ, നിങ്ങൾക്ക് വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം ലഭ്യമാക്കപ്പെടുവാൻ, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറാൻ, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ നടുവിൽ ശക്തിയോടെ നിൽക്കുവാൻ, ആമേൻ, നിങ്ങൾ അനുഭവിക്കുന്ന നിരാശയുടെ, പ്രതിസന്ധിയുടെ, വരൾച്ചയുടെ നടുവിൽ നിങ്ങളെ ശക്തീകരിക്കുന്ന, നിങ്ങൾക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്ന, ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കപ്പെട്ടവരായി മാറുക എന്നുള്ളതാണ് ഇന്നത്തെ വചനചിന്ത. ഇവിടെ ദൈവാത്മാവിൽ നിറഞ്ഞ, ആമേൻ, അപ്പോസ്തലന്മാർ സാക്ഷികളാകുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മാനുഷികമായി നാം ചിന്തിക്കുമ്പോൾ, മാനുഷികമായി ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യരൊക്കെ നിരാശരാണ്. കാരണം ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, ഈ പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിൽ, ഈ വേദന നിറഞ്ഞ ലോകത്തിൽ, ഈ നിരാശ നിറഞ്ഞ ലോകത്തിൽ എങ്ങനെ ഒരു വിജയകരമായ ജീവിതം എനിക്ക് നയിക്കുവാൻ കഴിയുമെന്നതിനെക്കുറിച്ച് മനുഷ്യരെല്ലാം ആശങ്കാകുലരാണ്. മനുഷ്യർക്കെല്ലാം വലിയ ആശങ്കയുടെ നടുവിലാണ് മനുഷ്യരെല്ലാം ആയിരിക്കുന്നത്. ഒരു നല്ല ജീവിതം നയിക്കുവാൻ, ഒരു നല്ല നിലയിലുള്ളൊരു പ്രത്യാശ നിറഞ്ഞ, ധൈര്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഒരു നല്ല ജീവിതം നയിച്ച്, ഒരു സ്വസ്ഥത നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് മനുഷ്യൻ തത്രപ്പാടിലാണ്. മനുഷ്യൻ അഹോരാത്രം അധ്വാനിക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് മേഖലകളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചാരം തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പഴക്കങ്ങൾ ചെന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും മനുഷ്യൻ അവൻ്റെ സ്വയപ്രയത്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു നല്ല ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് പല മാധ്യമങ്ങൾ, പല സംവിധാനങ്ങൾ അതിന് കണ്ടുപിടിക്കുകയും
അതിനകത്ത് സംതൃപ്തരാകാതെ പലരും പരാജയപ്പെട്ട് തകർന്നു പോകുന്ന ചരിത്രങ്ങളാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വളരെ വിശ്വസ്തയോടെ, വളരെ സന്തോഷത്തോടെ, വളരെ പ്രത്യാശയോടെ ഇന്ന് പകലൊരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ഇങ്ങനെ കഷ്ടപ്പെട്ടും ഇങ്ങനെ അധ്വാനിച്ചും ഇങ്ങനെ പ്രയത്നിച്ചും ഇങ്ങനെ ആമേൻ സ്തോത്രം ഒരു ജീവിതം പടുത്തുയർത്തുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി പരാജയപ്പെട്ട നിങ്ങൾക്ക് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ശക്തരായി മാറാൻ, നിങ്ങൾക്ക് വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ, നിങ്ങൾക്ക് തളർന്നു പോകാത്തൊരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് തീരുവാൻ ഇതാ ഒരു ദൈവവചന ദൂത് നിങ്ങൾക്ക് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് തരുകയാണ്. അപ്പോസ്തലപ്രവൃത്തി, വിശുദ്ധ ബൈബിളിൽ നിന്നും അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാമത് വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തരായി മാറും. നിങ്ങൾ ശക്തി ലഭിക്കും, നിങ്ങൾക്ക് ശക്തിയുണ്ടാകും. നിങ്ങൾ ശക്തരായിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളം എൻ്റെ സാക്ഷികളാകുമെന്ന് വളരെ ശക്തമായൊരു സന്ദേശം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാണ്. അതെ, നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങൾ നോക്കുമ്പോൾ 4 ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു സാധ്യതകളുമില്ല. നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു മേഖലകളുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകലൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതം ധന്യകരമായി മാറാൻ, നിങ്ങളുടെ ജീവിതം വിജയകരമായി മാറാൻ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരാൻ, നിങ്ങളുടെ ജീവിതം ധന്യകരമായി മാറാൻ ഒരൊറ്റ വഴി പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങൾക്ക് കൈമാറുന്നു, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അതേ, പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ആ അത്യന്തമായ അഭിഷേകത്താൽ നിറയുക, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുക. ഇങ്ങനെ ആമേൻ ദൈവത്തിൻ്റെ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അഭിഷേകത്താൽ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു വിജയകരമായ ജീവിതം, ഒരു ധന്യകരമായ ജീവിതം, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തുടരുവാൻ, നയിക്കുവാൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ഇന്ന് പകലിൽ വചനം നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളുടെയും നടുവിൽ നിങ്ങൾക്ക് കരുത്തോടെ ജീവിതം നയിക്കുവാൻ, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിളുകളുടെ നടുവിൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾക്ക് വിജയകരമായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് ഏത് വിഷയങ്ങളെയും തരണം ചെയ്ത്, ഏത് വിഷയങ്ങളെയും ഫേസ് ചെയ്യുവാൻ തക്കതായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാധ്യമത്തെ, ഒരു വഴിയെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. വിശുദ്ധ ബൈബിൾ അത് പ്രസ്താവിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ അത് നിങ്ങൾക്ക് ആമേൻ പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ മേൽ തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങൾക്ക് ദൂത് കൈമാറുന്നു. നിങ്ങളോട് അറിയിക്കുന്നൊരു ശക്തമായ സന്ദേശം: നിങ്ങൾ ദൈവാത്മാവിനാൽ നിറയുക, നിങ്ങൾ അഭിഷേകത്താൽ നിറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ശക്തിയുള്ള ജീവിതം നയിക്കുവാൻ, നിങ്ങൾക്ക് വിജയകരമായൊരു ജീവിതം തുടരുവാൻ ദൈവാത്മാവ് നിങ്ങളെ സന്നദ്ധരാക്കി സജ്ജരാക്കി മാറ്റുകയാണ്. ഇന്ന് പകലിൽ തകർന്നടിഞ്ഞ ജീവിതത്തിൽ അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു റിസൾട്ട് കാണാതെ, ഒരു നല്ല നന്മയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ അലയുന്ന ഏതെങ്കിലും വേദന പ്രശ്നങ്ങളിലൂടെ ആമേൻ സ്തോത്രം മുൻപോട്ട് പോകുന്ന ഒരാളാണോ നിങ്ങളെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ള ഒരൊറ്റ ദൂത്: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി വിധേയപ്പെടുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നിങ്ങൾക്കൊരു വിജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറാൻ കഴിയും. നിങ്ങളുടെ ജീവിതം ഫലകരമായൊരു ജീവിതത്തിലേക്ക്, ഫലപ്രദമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. അതെ, ഇന്ന് പകലിൽ ഹല്ലേലൂയ ഒറ്റ തീരുമാനമേ ഉള്ളൂ,
ഒറ്റ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, ഈ ഭൂമിയിൽ എനിക്ക് വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ അങ്ങയുടെ ശക്തി എനിക്ക് ആവശ്യമാണ്. അങ്ങയുടെ ശക്തി എനിക്ക് ലഭിച്ചേ കഴിയത്തുള്ളൂ. ഈ ദുഷ്ടത നിറഞ്ഞ, ഈ സ്ട്രഗിൾ നിറഞ്ഞ, വേദന നിറഞ്ഞ, പ്രതിസന്ധികളെ കൊണ്ട് നിറയപ്പെട്ട ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ എനിക്ക് ആമേൻ സ്തോത്രം, ഈ പ്രതിസന്ധിയുടെ നടുവിൽ മുന്നേറാനായിട്ട് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ഞാൻ എന്നെ തരുന്നു കർത്താവെ എന്നുള്ളൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഇന്ന് പകൽ നമുക്കുണ്ട് എങ്കിൽ ആമേൻ സ്തോത്രം, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരാൻ പോകുന്നു. ഏറ്റവും വിലപ്പെട്ടതാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. അതെ, ഹല്ലേലൂയ. ആർക്കും തരാൻ കഴിയാത്ത, ഒരിടത്തുനിന്നും ലഭിക്കാൻ കഴിയാത്ത, ഒരാളുടെയും പക്കൽ നിന്ന് ലഭിക്കാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ പ്രാപിക്കുക. നിങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളിലൂടെ നിവർത്തിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ നിൽക്കും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കും. ഈ പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, നിങ്ങൾ കാണുന്ന, നിങ്ങൾക്ക് ഒരു നല്ല ആമേൻ ഹല്ലേലൂയ ലൈഫ് കാഴ്ചവെക്കുവാൻ കഴിയാത്ത, ഒരു നല്ല മിനിസ്ട്രി ചെയ്യാൻ കഴിയാത്ത, ഒരു നല്ല ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത, ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയാത്ത മേഖലകളിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളൊന്ന് സ്വീകരിച്ചേ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയേ, നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യകരമായി ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി ഹല്ലേലൂയ ഹൃദയം തകർന്ന് ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് അങ്ങയുടെ അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് ആത്മാർത്ഥമായി ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് അസാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ, നിങ്ങളെ ഒരു അടയാളമാക്കുവാൻ, നിങ്ങൾ ദേശത്തിനൊരു അഭിമാനമായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എന്നിലേക്കൊന്ന് വരണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ, എന്നെയും ശക്തനാക്കണമേ, ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിൽ നിറയണമേ, അങ്ങയുടെ ഹല്ലേലൂയ അഭിഷേകം എൻ്റെ മേൽ ചൊരിയണമേ. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ നടുവിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നപ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന് വചനം വായിക്കുന്നു. അങ്ങനെ അവിടെ കൂടിയിരുന്ന 120 പേരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കി മാറ്റിയ ദൈവം, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ കരുത്തുള്ളവരാക്കിയ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിന്നോടും നിന്റെ മേലും ആമേൻ ഹല്ലേലൂയ ദൈവവൈതലേ, നിനക്കും ആ ഒരു ധൈര്യം നൽകുവാൻ, ആ ഒരു അസാധാരണ കാര്യങ്ങളെ ചെയ്തെടുത്ത് ഈ ഭൂമിയിൽ വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ, വിജയകരമായൊരു ജീവിതം തുടരുവാൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആ പാദപീഠത്തിലേക്കൊന്ന് വീഴുക. പ്രാർത്ഥനയോടെ ആ പാദപീഠത്തിലോട്ടൊന്ന് അടുത്തു വരിക. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നിന്നെ കാണുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിനക്ക് നടന്നു പോകാൻ കഴിയാത്ത, നിനക്ക് നിൽക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്നെ ഒരു അത്ഭുതകരമായ ലൈഫിൻ്റെ ഉടമയാക്കി മാറ്റി, നിനക്ക് ധീരത പകർന്ന്, ധൈര്യം പകർന്ന്, നിനക്ക് ശക്തി പകർന്ന് കർത്താവ് ആമേൻ അസാധാരണമായ കാര്യങ്ങളിലൂടെ നിന്നെ നയിക്കുവാൻ ഇന്ന് പകലിൽ ഒരൊറ്റ കാര്യമേ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവേ, എന്നിലേക്കൊന്ന് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ മേലൊന്ന് കവിയണമേ, എൻ്റെ മേലൊന്ന് ഇറങ്ങണമേ, എൻ്റെ മേൽ ശക്തിയോടെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കുവാൻ പോകുന്നു. നിന്റെ ലൈഫിനെ ദൈവം അസാധാരണ നിലകളിൽ പ്രയോജനമുള്ളതാക്കുവാൻ
ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകലിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിൽ വരണം, അങ്ങ് എൻ്റെ ജീവിതത്തിൽ വന്ന് എന്നെ കരുത്തുള്ളവനാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ പൊതിയണമെന്ന് ആമേൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്ത് ആമേൻ നിങ്ങളെ ദേശത്തിൻ്റെ നടുവിൽ ഒരത്ഭുതമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ പ്രാർത്ഥന മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എന്നിലേക്കൊന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായിട്ട് എൻ്റെ മേലൊന്നിറങ്ങണം. അഭിഷേകമായി എൻ്റെ മേൽ വെളിപ്പെടണം. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രഗിളുകൾ ഏൽക്കുന്ന മണ്ഡലങ്ങളിൽ നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ നിൽക്കാനൊരു ധൈര്യം, അഭിഷേകം, കരുത്ത് തന്ന് നിങ്ങളെ നടത്താൻ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കൊരധികാരം പരിശുദ്ധാത്മാവ് തരിക തന്നെ ചെയ്യും. ചേർന്ന് നന്ദിയോടെ ആ കർത്താവിനെ, ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കാമോ? ചേർന്നൊരു നിമിഷം പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് വരണമേ. എൻ്റെ ലൈഫിലേക്ക് വന്ന് എന്നെ ശക്തനാക്കി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിൻ്റെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായിരിക്കാം. നിനക്ക് ഹല്ലേലൂയ മറ്റുള്ളവരുടെ മധ്യത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ നിൽക്കുവാനുള്ള കരുത്തോ കെൽപ്പോ ഡിഗ്രിയോ പൊസിഷനോ ഒന്നുമില്ലാത്ത ഒരാളായിരിക്കാം. അതിനാവശ്യമായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒരുപക്ഷെ നിനക്കില്ലായിരിക്കാം. മറ്റുള്ളവരുടെ മധ്യത്തിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുകളും നിൻ്റെ ജീവിതത്തിലായിരിക്കാം. പക്ഷെ നീ ഭാരപ്പെടരുത്. ഇന്ന് പകലിൽ ഈ പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് വന്നെന്നിൽ നിറയണമേ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിന്നെ ആമേൻ സ്തോത്രം കരുത്തനാക്കി മാറ്റും. നിനക്ക് വലിയ ആമേൻ ഹല്ലേലൂയ പൊസിഷനുകളിലേക്ക് ദൈവം നിന്നെ എത്തിക്കുക തന്നെ ചെയ്യും. അതേ, ഒരു കഴിവുമില്ലാതിരുന്ന ആമേൻ സ്തോത്രം മുക്കുവന്മാരായിരുന്ന ആമേൻ മത്സ്യം പിടിക്കുവാൻ മാത്രം അറിയാമായിരുന്ന ആമേൻ പത്രോസിനെയും ആമേൻ ഹല്ലേലൂയ തൻ്റെ കൂട്ടുപ്രവർത്തകരെയും ഒക്കെ ഈ നിറഞ്ഞു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവർ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ലോകം കണ്ടിട്ടില്ലാത്ത അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ആമേൻ ഹല്ലേലൂയ ദൈവം അവരെ ഉപയോഗിച്ചെങ്കിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മധ്യത്തിൽ ആമേൻ ആമേൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഹല്ലേലൂയ കെൽപ്പില്ലാതിരുന്ന പത്രോസിനെയൊക്കെ ആമേൻ ശക്തരാക്കി മാറ്റിയ ഒരു അഭിഷേകമുണ്ട്. ശക്തരാക്കി മാറ്റിയ ഒരു പരിശുദ്ധാത്മാവുണ്ട്. 10,000 സാക്ഷികളായി മാറുവാൻ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ നേടുവാനുള്ള അധികാരം ആമേൻ പത്രോസിന് ലഭിച്ചത് ആമേൻ പരിശുദ്ധാത്മാ ശക്തി അവൻ്റെ മേൽ ഇറങ്ങിയപ്പോഴാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെട്ടപ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ അവൻ ആമേൻ ഹല്ലേലൂയ പുതിയപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവനിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്ത ദൈവം ഇന്ന് പകലിൽ നിൻ്റെ ലൈഫിനകത്തും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ശക്തനാക്കി മാറ്റണമേ. എനിക്ക് ചില മേഖലകളിൽ നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് ചില വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകണം. എനിക്കൊരു വിജയകരമായ ജീവിതം വേണം. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കണം. കർത്താവെ, അനുഗ്രഹീതമായ സന്തോഷകരമായ വിജയകരമായ സംതൃപ്തിയുള്ള സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അത് സാധിക്കുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അത് ലഭിക്കുമെന്ന് ഞാൻ കേൾക്കുന്നു. പരിശുദ്ധാത്മാവെ, എൻ്റെയും ജീവിതത്തിലേക്കൊന്ന് വന്നു എന്നെയും ശക്തീകരിക്കണമെന്ന് ഇന്ന് പകലിൽ ആമേൻ ഈ മെസ്സേജിൻ്റെ മുമ്പിൽ, ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ആര് ആമേൻ സമർപ്പിക്കുന്നുവോ, ആര് ഈ സന്ദേശത്തിനു വേണ്ടി ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരിലൂടെ പരിശുദ്ധാത്മാവ് അസാധാരണമായത് ചെയ്തെടുക്കുവാൻ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉള്ളു തുറന്ന്, ഹൃദയം തുറന്ന്, സന്തോഷമുള്ള ഹൃദയത്തോടെ, മനസ്സോടെ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് വരണമേ, എന്നിലേക്ക് നിറയണമേ. ഹല്ലേലൂയ.
ഒരു നിമിഷം ഹാലലുയ ദാഹത്തോടെ, ഹാലലുയ തികഞ്ഞ പ്രത്യാശയോടെ, ഹാലലുയ പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണയായി ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെയിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു വരും. ചേർന്ന് 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 ഓ ജീസസ്, താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകണമേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ മനസ്സ് തകർന്ന് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് മനം തകർന്നോ ആമേൻ സ്തോത്രം മാറത്തൊലിച്ച് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആമേൻ പരിശുദ്ധാത്മാവിനോട് കേണപേക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ അടുക്കൽ ഒരു നദിയായി പരിശുദ്ധാത്മാവ് ഒഴുകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ആമേൻ പെരുമഴയായി പെയ്തിറങ്ങി നിങ്ങളെ ആമേൻ അതിനകത്ത് നീന്തി തുടിക്കുന്ന, ആമേൻ ആനന്ദിപ്പിക്കുന്ന, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ പ്രത്യാശ നൽകുന്ന, ആമേൻ സ്തോത്രം, ആമേൻ സന്തോഷം നൽകുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു നദിയായി നിന്റെ മേൽ ഒഴുകിയിറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ഉപമിക്കുന്നത് അഗ്നിയായിട്ട് ഉപമിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നദിയോടെ ഉപമിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കാറ്റായി വീശും, ഹല്ലേലൂയ, നദിയായിട്ട് ഒഴുകും. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെ വേണമെങ്കിലും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിനക്ക് പോകുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്നെ വിജയിപ്പിക്കുന്നവനാക്കി മാറ്റാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. അത് മുട്ടോളമല്ല, അരയോളവുമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരാത്മപ്രവാഹമായി, ഒരാത്മനദിയായി അവിടുന്ന് എന്നിൽ ഇറങ്ങണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും മൈലുകളോടും. ആമേൻ ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റങ്ങളോളവും സാക്ഷിയാക്കി നിന്നെ മാറ്റാൻ ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ
വരുമ്പോൾ നിനക്ക് സാധ്യമാകും. ആമേൻ. ലോകത്തിൻ്റെ അറ്റം വരെ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ സാക്ഷികളായി മാറുവാൻ ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു ശക്തി തരികയാണ്. തീരാത്ത വിധത്തിൽ മൈലുകൾ ഓടുവാൻ, സഞ്ചരിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റം വരെയും കർത്താവിൻ്റെ സാക്ഷിയായി മാറാൻ, ഭൂമിയുടെ അറ്റങ്ങളോളം ഈ സാക്ഷികളായി മാറുവാൻ പരിശുദ്ധാത്മാവ് ഇന്നു പകലിൽ നിങ്ങളെ സഹായിക്കും. ഇന്നു പകൽ നിങ്ങൾക്കൊരു കരുത്തു തരും. ഇന്നു പകലിൽ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ വാഞ്ചിക്കുക. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കവിയണമേ, ഒരഗ്നിമഴയായി, ഒരാത്മനദിയായി എന്നെ ഒഴുകണമേ എന്ന് നിങ്ങൾ ആത്മാവെങ്കിൽ ഇന്നു പകലിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അസാധാരണമായത് നിങ്ങളിലൂടെ നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരത്ഭുതമായി മാറുവാൻ പോകുന്നു. നിങ്ങളൊരടയാളമാകുവാൻ പോകുന്നു. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സഭകളിൽ, നിങ്ങൾ നിൽക്കുന്ന പ്രവർത്തന ഫീൽഡുകളിൽ, നിങ്ങളുടെ പട്ടണങ്ങളിൽ, നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളൊരത്ഭുതമായി മാറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മുഖാന്തരം നിങ്ങളൊരത്ഭുതമായി തീരുവാൻ പോകുന്നു. ഇന്ന് പകലിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായിട്ട് ദൈവകരങ്ങളിൽ കൊടുത്ത്, ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ താഴ്ത്തിക്ക്, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമോ? ഇന്ന് പകലിൽ ഒരധികാരം കർത്താവ് നിനക്ക് കൈമാറാൻ പോവുകയാണ്. ഒരഭിഷേകം നിന്റെ മേൽ കർത്താവ് ഇന്ന് പകലിൽ കൈമാറുന്ന പകലാണ്. ഇന്ന് പകലിൽ നിന്റെ മേൽ ഒരു അതോറിറ്റിയെ കർത്താവ് കൈമാറുവാൻ പോകുന്നു. ആമേൻ. ആമേൻ. ആവലോടെ, വാഞ്ചയോടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ഉള്ളിലേക്ക്, നിന്റെ ഹല്ലേലൂയ അകത്തേക്ക്, നിന്റെ മേൽ ആ പരിശുദ്ധാത്മാവ് ഇന്നു പകലിൽ അവൻ അഭിഷേകമായി ഒരു കുളിർ മഴയായി, ഒരു പെരുമഴയായി പെയ്തിറങ്ങാൻ പോകുന്നു. ആത്മനദിയായി ഒഴുകാൻ പോകുന്നു. ഇന്നു പകലിൽ പ്രാർത്ഥിക്കുമോ? നീ ഒരടയാളമാകും, നീ ഒരത്ഭുതമാകും, നീ ഒരനുഗ്രഹമായി ദേശത്തിന്, പട്ടണത്തിന്, സഭയിൽ, കുടുംബത്തിൽ, സമൂഹത്തിന് നീ ഒരു വിശേഷതയുള്ള ആളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നീ ഒരത്ഭുതമായി മാറുവാൻ പോകുന്നു. ഇന്ന് നീ ഒരനുഗ്രഹമായി മാറുവാൻ പോകുന്നു. ഈ ഭൂമിയിൽ ഓരോ ദിനങ്ങളിലും, ഈ ഭൂമിയിലെ ഓരോ ദിവസങ്ങളിലുമുള്ള ജീവിതത്തിൽ നീ വിജയിക്കുവാൻ പോകുന്നു. നീ വിജയത്തിൻ്റെ അത്യുച്ചകോടിയിലേക്ക് ദൈവം നിന്നെ നയിക്കുവാൻ പോകുന്നു. നീ ഒരത്ഭുതമായി മാറുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിനക്ക് നിൽക്കുവാൻ കഴിയാത്ത ആമേൻ ദേശത്ത്, ആമേൻ നിനക്ക് ഫേസ് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളുടെ, ആമേൻ പ്രശ്നങ്ങളുടെ നടുവിൽ നീ അതിജീവിച്ച്, അതിനെ കരുത്തോടെ അതിജീവിച്ച്, കരുത്തോടെ നീ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനാൽ ആമേൻ നീ നിറയപ്പെടുമ്പോൾ നിനക്കത് സാധിക്കുവാൻ പോകുന്നു. നിന്നെ കൊണ്ടത് സാധിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ദൂതുകൾ കൈമാറുകയാണ്. നീ അതിനാഗ്രഹിക്കുന്നയാളാണ് എങ്കിൽ ഇന്ന് പകലിൽ ദൈവം നിന്നെ അങ്ങനെ നടത്തുവാൻ പോകുന്നു. അങ്ങനെ നിന്നെ ഉപയോഗിക്കുവാൻ ഇന്ന് പകലിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് അകത്തെ വിശേഷതയുള്ള ഒരാളാക്കി ദൈവം നിന്നെ അവൻ മാനിക്കുന്ന ദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം തുറന്നൊന്ന് വിളിച്ചാട്ട്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങേ വേണം, അങ്ങൻ്റെ ജീവിതത്തിൽ വരണം, അങ്ങൻ്റെ ജീവിതത്തിൻ്റെ മുഴുമണ്ഡലങ്ങളിലും പ്രവർത്തിക്കണം. എനിക്ക് പോകുവാൻ കഴിയാത്ത, നിൽക്കുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എന്നെ ഒരടയാളമാക്കണം, എന്നെ ഒരത്ഭുത വിഷയമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഏത് സ്തോത്രം വഹിക്കുവാൻ കഴിയാത്ത, ഏത് നിൽക്കുവാൻ കഴിയാത്ത ഇടങ്ങളിലും നിന്നെ ഒരത്ഭുതമാക്കി, നിന്നെ ഒരടയാളമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഇന്ന് പകലിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ജീസസ് നെയിം. ഹല്ലേലൂയ. നിന്റെ ജീവിതം തകർന്നതാണോ? നിന്റെ ജീവിതത്തിൽ ആമേൻ എത്ര ശ്രമിച്ചിട്ടും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിന്റെ ജീവിതം കടന്നു പോകുന്നത്? എത്ര ശ്രമിച്ചിട്ടും, എത്ര ഹല്ലേലൂയ ശ്രമിച്ചിട്ടും പരാജയങ്ങൾ മാത്രമാണോ നിനക്ക് കാണുവാൻ കഴിയുന്നതെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങും. ദൈവം നിനക്ക്
അസാധാരണമായ കാര്യങ്ങൾ നിന്റെ ലൈഫിലൂടെ നടത്തുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആമേൻ ഹാലലി ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചേ, ഇന്ന് പകലിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചോ. ഹാലലൂയ. പരിശുദ്ധാത്മാവേ, എന്നിലേക്കൊന്ന് ഇറങ്ങി വരണമേ, എന്നിലേക്ക് ഇറങ്ങി വരണമേ, എന്നെ ഒരടയാളമാക്കണമേ, എന്നെ ഒരത്ഭുതമാക്കി മാറ്റണമേ എന്ന് ആരാണ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് അങ്ങനെ നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞവരായി, ആമേൻ, കർത്താവിൻ്റെ വചനം പറയുന്നു, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പാടിയും, പ്രൈസ് ദി ലോർഡ്, കർത്താവിനെ സ്തുതിച്ചും മുന്നേറിയ അപ്പോസ്തലന്മാരെ കുറിച്ച് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നവരുടെ ജീവിതം വ്യത്യസ്തത നിറഞ്ഞതായിരിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതം അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായ പ്രസൻസ്, പ്രത്യേകമായ ദൈവസാന്നിധ്യം, പ്രത്യേകമായ അഭിഷേകം ദൈവവന് നൽകും. അവനൊരു മേഖലകളിലും പൂജ്യമാകത്തില്ല, അവനൊരു മേഖലകളിലും പരാജയപ്പെടത്തില്ല, അവനെല്ലാ മേഖലകളിലും വിജയിക്കുന്നവനായി മാറും. എല്ലാ മേഖലകളിലും അവൻ വിജയം കൈവരിക്കും. ഒറ്റ വിഷയം, പരിശുദ്ധാത്മാവിനെ നിറയുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. സ്തോത്രം. താങ്ക് യു ജീസസ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇന്ന് പകലിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങേ എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ആമേൻ എവിടെയെങ്കിലുമൊക്കെ തോറ്റ് ആമേൻ ജീവിതത്തിൽ തകർന്നയാളാണോ, ഹല്ലേലൂയ, എങ്കിൽ നിങ്ങളെ ദൈവം മാനിക്കുവാൻ പോകുന്നു. നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരാത്മദാഹം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ, ആത്മാവിലൊരു ദാഹം നിങ്ങൾക്കുണ്ടാകട്ടെ, ആത്മാവിലൊരു വിശപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവർ തൃപ്തന്മാരായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നീതി നിനക്കുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നീന്തി തുടിക്കുവാൻ ഒരു ദാഹം നിന്റെ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ നടത്തുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു അത്ഭുതമാക്കുവാൻ പോകുന്നു. ഇന്ന് പകലിൽ ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച്, ആ ഹൃദയം ദൈവസന്നിധിയിൽ കൊടുത്ത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി തകർന്നയാളാണ് ഞാൻ, എനിക്ക് പലതിലും ജയിക്കാൻ കഴിയുന്നില്ല, പല മേഖലകളിലും എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നെ സഹായിക്കണേ, അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അങ്ങൻ്റെ ജീവിതത്തെ ഉദ്ധരിക്കണമേ എന്ന് ആമേൻ കണ്ണുനീരോടെ നിലവിളിച്ച് തകർന്ന ഹൃദയത്തോടെ ആര് പ്രാർത്ഥിക്കുന്നോ അവരുടെ മേൽ നിന്നൊരു അഭിഷേകം കർത്താവ് തരുവാൻ പോകുന്നു. അവരെ പരിശുദ്ധാത്മാവിനാൽ നിന്ന് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീസസ് നെയിം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കണമേ. താങ്ക് യു ജീസസ്. അതേ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ആ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ അനുസരിച്ച് നടക്കുവാൻ, ആ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി തീരുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് പകലും നിങ്ങളെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ അധികമായി എനിക്ക് തരണമേ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ ഉപമകളിലൂടെ ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ തൻ്റെ ശിഷ്യന്മാരോട് അറിയിച്ച ഒരുപാട് ആലോചനകളുണ്ട്. അതിനകത്ത് പരിശുദ്ധാത്മാവ് കർത്താവ് ആമേൻ ശിഷ്യന്മാരോട് കൊടുക്കുന്നൊരാലോചന, നിങ്ങളുടെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി അനവധി നന്മകളെ തന്ന് നമ്മെ നടത്തുന്നൊരു നല്ല അപ്പൻ നമുക്കുണ്ട്. അതെ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ആമേൻ ഒരു മനസ്സ്, ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം നയിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ പുതിയപ്പെട്ടൊരു ജീവിതത്തിൻ്റെ ഉടമയായി മാറാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഇന്ന് പകലിൽ ഈ സന്ദേശം
ആമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഇനി കേൾക്കുവാനുള്ളവരുടെ കർത്താവെ ആമേൻ കൈകളിലേക്ക് ഈ മെസ്സേജ് എത്തുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ആമേൻ ഭാലലിയ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശക്തിയേറിയ ജീവിതം നയിക്കാൻ, ഒരു ആനന്ദകരമായ ജീവിതം നയിക്കുവാൻ, പ്രത്യാശയുള്ളൊരു ജീവിതം നയിക്കുവാൻ, ധൈര്യമുള്ളൊരു ജീവിതം നയിക്കുവാൻ, അതേ ഒരു മേഖലകളിലും പതറാതെ നിൽക്കുവാൻ, ഒരു ജീവിതത്തിന് ഉടമയായി മാറാൻ പരിശുദ്ധാത്മാവിനെ എനിക്ക് ആവശ്യമാണെന്ന് അങ്ങയുടെ വചനം ഞാൻ കേട്ടല്ലോ. അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ. അവിടുത്തെ ഹിതത്തിന് വേണ്ടി മാത്രം ഞാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. വിജയകരമായ ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറാൻ അവിടുന്ന് എന്നെയും സഹായിക്കണമേ കർത്താവേ. അങ്ങ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ആ വിജയകരമായ ജീവിതം നയിച്ച് ഹല്ലേലൂയ ആമേൻ എന്നും സന്തോഷിക്കുവാൻ, എന്നും ആനന്ദിച്ച് ജീവിക്കുവാൻ അവിടുത്തെ ആത്മാവിനെ എനിക്ക് തരണം. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അവിടുത്തെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഉടമയായി തീരാൻ അന്ന് പകലിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ മേൽ ചൊരിഞ്ഞ് എന്നെ ഒരു അത്ഭുതമാക്കണമേ കർത്താവെ. അങ്ങയുടെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകണം. അങ്ങയുടെ ധന്യനാമം എന്നിലൂടെ ഉയരണം കർത്താവ്. അത് ചെയ്യണം. തിരുനാമം മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനൊരു അനുഗ്രഹമാകും, നിങ്ങളുടെ ജീവിതത്തിനൊരു വഴികാട്ടിയാകും, നിങ്ങളുടെ ജീവിതത്തിനൊരു മാർഗദർശിയാകും. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് നിങ്ങളൊരു വിജയകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ മുന്നേറുക. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും വന്ദനം. നന്ദി. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീസസ്.